ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സന്ദർഭത്തിനനുസരിച്ച് സംഭാഷണത്തിനിടയിൽ ഉപയോഗിച്ച് പരിശീലിക്കാവുന്ന നാം ദിവസേന ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ വാക്യങ്ങളും വാക്യാംശങ്ങളും, അതായത് വളരെ കുഞ്ഞു സെൻറ്റൻസുകളൊക്കെയാണ് ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത്. ഓക്കെ, വെൽക്കം ടു എ ന്യൂ വീഡിയോ ഫ്രം ഇംഗ്ലീഷ് വിത്ത് എസി. അപ്പോൾ വളരെ ചെറിയ, ഇപ്പം നമ്മൾ സാധാരണ ചിലപ്പോഴൊക്കെ പറയും മതി, ഒന്ന് വരുമോ, ഒന്നെന്നെ സഹായിക്കൂ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ നമുക്ക് ഓരോ സന്ദർഭങ്ങൾക്കനുസരിച്ച് പ്രയോഗിച്ചുകൊണ്ട് നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സിൽ അല്ലെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന ആ ഒരു യൂസേജ് നമുക്കെപ്പോഴും അതിലേക്ക് നമുക്ക് പതിയെ കടന്നു ചെല്ലാൻ പറ്റും. അപ്പോൾ അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് സാധാരണ നമ്മൾ പറയേണ്ടത് തീർച്ചയായും ഞാൻ വരാം. അപ്പോൾ തീർച്ചയായും എന്നതിന് നമുക്ക് ഒന്ന് രണ്ട് വാക്കുകൾ, ഓഫ് കോഴ്സ്, അല്ലെങ്കിൽ ഷുവർലി, അല്ലെങ്കിൽ സർട്ടൻലി. ഓഫ് കോഴ്സ്, ഷുവർലി, സർട്ടൻലി. അപ്പോൾ ഈ മൂന്ന് വേർഡിനും തീർച്ചയായും എന്നാണ് അർത്ഥം. ഇപ്പം നമ്മൾ പറയണം തീർച്ചയായും ഞാൻ തരാം, സർട്ടൻലി ഞാൻ തരാം. അപ്പോൾ അവിടെ ഐ വിൽ ഗിവ് യു എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഞാൻ തരാൻ പറഞ്ഞാൽ മതി. പക്ഷേ ആ സർട്ടൻലി എന്നൊരു വേർഡ് ഉപയോഗിക്കുമ്പോൾ നമ്മളിലേക്ക് ഒരു കോൺഫിഡൻസ് വരും. ഇല്ലെങ്കിൽ ഷുവർലി, അല്ലെങ്കിൽ ഓഫ് കോഴ്സ്. എന്നാൽ എനിക്കിത്രയും പോരാ, ചിലപ്പോൾ ക്യാഷ് വരുമ്പോഴായിരിക്കാം, ചിലപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴായിരിക്കും. അപ്പോൾ ഈ പോരാ എന്നതിന് നോട്ട് ഇനഫ്. അപ്പോൾ ഇവിടെ പോരാന്നാണെങ്കിൽ മതി എന്നതിന് എന്തായിരിക്കും, ആ നോട്ട് അങ്ങ് മാറ്റുക, ഇനഫ്, ഇത്രയും മതി, ധാരാളം. ഓക്കെ, അപ്പം പോരാ എന്നാണെങ്കിൽ നോട്ട് ഇനഫ്, മതി എന്നാണെങ്കിൽ ഇനഫ്. അപ്പോൾ ഇതെനിക്ക് അസാധ്യമാണ്, ഇതെന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ ഇംപോസിബിൾ. അസാധ്യം, ഇംപോസിബിൾ. എന്താണ് ഇംപോസിബിൾ? അപ്പോൾ നമ്മൾ ആദ്യം മുതൽ പറഞ്ഞ വാക്കുകൾ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കൂ. തീർച്ചയായും എന്ന് പറയുന്നതിന് സർട്ടൻലി, ഷുവർലി, ഓഫ് കോഴ്സ്. മതി എന്നാണെങ്കിൽ ഇനഫ്, പോരാ എന്നാണെങ്കിൽ നോട്ട് ഇനഫ്, അസാധ്യം, ഇംപോസിബിൾ. ഇനി നമ്മൾ സാധാരണ പറയാണ്ട് അതാണ്ട് കുറച്ച് ചായ, അല്ലെങ്കിൽ കുറച്ച് ഭക്ഷണം, ഇങ്ങനെയൊക്കെ പറയും അല്ലേ. അപ്പോൾ ഇതാ കുറച്ച് ചായ എന്നാണെങ്കിൽ ഹിയർ ഈസ് സം ടീ. എന്നാൽ ഒന്ന് സഹായിക്കൂ എന്നാണെങ്കിലും എന്നെ ഒന്ന് സഹായിക്കൂ, ലെൻഡ് എ ഹാൻഡ്. ലെൻഡ് എ ഹാൻഡ് എന്ന് വെച്ചാൽ ഒരു കൈ തരൂ എന്നാണ് നമുക്ക് മലയാളത്തിൽ പറയാവുന്നത്. പക്ഷേ അത് ശരിക്കും ആ ഒരു യൂസേജ് എന്ന് പറയുന്നത് ഒന്ന് സഹായിക്കൂ. എന്നാൽ ഇപ്പം തന്നെ എന്നാണെങ്കിലോ ജസ്റ്റ് നൗ. അപ്പോൾ ഈ വേർഡുകളൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ യൂസ് ചെയ്താൽ നമ്മുടെ പേഴ്സണാലിറ്റി, അതായത് നമുക്ക് ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം തന്നെ എന്ന് പറയുമ്പോൾ ജസ്റ്റ് നൗ, ഇല്ലെങ്കിൽ ഇപ്പോൾ, ജസ്റ്റ് നൗ. ഞാൻ വരുന്നു, ഇപ്പം വരാം, വന്നേക്കാം. ജസ്റ്റ് കമ്മിങ്. ഓക്കെ, ജസ്റ്റ് കമ്മിങ്. എന്നാലും നേരെ മുന്നിലിരിക്കുന്നു ഒരാളാരെങ്കിലും എന്ന് പറയും, നേരെ മുന്നിലുണ്ടെന്ന് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഇൻ ഫ്രണ്ട്. ഓക്കെ, ഇനി എനിക്ക് ഒട്ടും വേണ്ട, എന്തെങ്കിലും ഒരു സാധനം പറയുമ്പോൾ എനിക്ക് ഒട്ടും വേണ്ട, മതി, ഒട്ടും വേണ്ട. നോ മോർ. ഇനഫ് നമ്മൾ മുമ്പേ പറഞ്ഞു, നോ മോർ. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ ഏതൊക്കെയാണ് വേർഡ്സ് പഠിച്ചത്? സർട്ടൻലി, ഷുവർലി, ഓഫ് കോഴ്സ്, ഇനഫ്, not enough, impossible, lend a hand, here is some tea, just in front, just now, just coming, no more. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഇതെനിക്ക് ഒട്ടും വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ നോ മോർ പറഞ്ഞു. എന്നാൽ ഇപ്പോൾ വേണ്ട എന്നാണെങ്കിലോ നോട്ട് നൗ. ഇപ്പോൾ വേണ്ട, ഇനി ഒട്ടും വേണ്ട. ഇത് രണ്ടും ഒന്ന് ആലോചിച്ച് നോക്കൂ. നോ മോർ, നോട്ട് നൗ. നോ മോർ. ഓക്കെ, വേണ്ട, മതി, താങ്ക്സ്, നോ താങ്ക്സ്. അപ്പോൾ ഇനി നമ്മൾ ചില കാര്യങ്ങൾ, ഇപ്പം ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് പോയൊരു ചായ കുടിക്കാം. ഓഹോ, ആകാം, ചായ കുടിക്കാം, അല്ലെങ്കിൽ ആകാം എന്നാണെങ്കിലോ യെസ് പ്ലീസ്. ഇനി എന്താണ് കാര്യം, അല്ലെങ്കിൽ എന്തിനാണ്, എന്തുദ്ദേശത്തിനാണ് എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടെങ്കിലോ വാട്ട് ഫോർ.
എന്നല്ല എവിടേക്ക്, വേർ ടു. എവിടേക്ക് അല്ലെങ്കിൽ എങ്ങോട്ട്, വേർ ടു. അപ്പോൾ എന്താണ് ഉദ്ദേശം അല്ലെങ്കിൽ എന്തിനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വാട്ട് ഫോർ. എവിടേക്ക് അല്ലെങ്കിൽ എങ്ങോട്ട് എന്നാണെങ്കിൽ വേർ ടു. അത്രമാത്രം എന്നാണെങ്കിൽ ദാറ്റ്സ് ഓൾ. അതെപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ? അത്രയേ ഉള്ളൂ ഇല്ലെങ്കിൽ അത്ര മാത്രമേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ, ദാറ്റ്സ് ഓൾ. ഓക്കെ. ഇനി എനിക്കതിനകത്ത് സംശയമൊന്നുമില്ല. ചില കാര്യങ്ങൾ പറയുമ്പോൾ പറയാറുണ്ട് സംശയമൊന്നുമില്ല. നോ ഡൗട്ട്, നോ ഡൗട്ട്, നോ ഡൗട്ട്. ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പറയും എന്നെ ഒന്ന് വിശ്വസിച്ചുകൂടെ, അല്ലെങ്കിൽ എന്നെ ഒന്ന് വിശ്വസിക്കൂ. ട്രസ്റ്റ് മീ, ട്രസ്റ്റ് മീ അല്ലെങ്കിൽ ബിലീവ് മീ. കൂടുതലും സാധാരണ നമുക്ക് യൂസ് ചെയ്യാവുന്ന ട്രസ്റ്റ് മീ, TRUST, ട്രസ്റ്റ് മീ, എന്നെ വിശ്വസിക്കൂ. എന്നാൽ പതിവ് പോലെ, അത് എന്നത്തെയും പോലാണ് ഇന്നും, ഇന്ന് ഭക്ഷണം കഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ ആ പതിവ് പോലെ എന്ന് പറയുമല്ലോ, അതിന് ആസ് യൂഷ്വൽ, ആസ് യൂഷ്വൽ. ഇനി ചിലരെ പറ്റി പറയുമ്പോൾ അത് നശിച്ചു പോയി എന്ന് പറയില്ലേ, അതെങ്ങനെ പറയും? റൂയിൻഡ്, റൂയിൻഡ്. എന്നാൽ ഒട്ടും താമസിയാതെ നമുക്ക് കാണാം എന്നാണെങ്കിലോ, സീ യു സൂൺ, സീ യു സൂൺ, സീ യു സൂൺ. ഇതെല്ലാം ഞാൻ സ്ക്രീനിൽ എഴുതുന്നുണ്ട്, ശ്രദ്ധിക്കാം. ഇനി ഒന്നുമില്ല, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, നത്തിങ് അറ്റ് ഓൾ. ആരെങ്കിലും നമ്മളോട് ക്യാഷ് ചോദിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ നത്തിങ് അറ്റ് ഓൾ. ഓക്കെ. എന്നാൽ ചില കാര്യങ്ങൾ പറയുമ്പം അധികം താമസിക്കരുത്, പോയിട്ട് എളുപ്പം ഇങ്ങ് വരണം എന്ന് പറയില്ലേ, അധികം താമസിക്കരുത്. ഡോണ്ട് ബി ടൂ ലോങ്. ഓക്കെ, ഡോണ്ട് ബി ടൂ ലോങ്. എന്നാലില്ല ഞാനൊരു അല്പസമയത്തേക്കേ പോകുന്നുള്ളൂ എന്ന് പറയുമല്ലോ, ഒരല്പസമയത്തേക്ക്. ജസ്റ്റ് ഫോർ എ വൈൽ, ജസ്റ്റ് ഫോർ എ വൈൽ, ജസ്റ്റ് ഫോർ എ വൈൽ. അപ്പം ഇപ്പോൾ ഒരല്പസമയത്തേക്കെന്ന് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഫോർ എ വൈൽ. അധികം താമസിക്കരുത്, ഡോണ്ട് ബി ടൂ ലോങ്. നത്തിങ് അറ്റ് ഓൾ, ഒന്നുമില്ല, നത്തിങ് അറ്റ് ഓൾ. താമസിയാതെ കാണാം എന്നാണെങ്കിൽ സീ യു സൂൺ. എന്നെ വിശ്വസിക്കൂ, ട്രസ്റ്റ് മീ. പതിവ് പോലെ, ആസ് യൂഷ്വൽ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട്ബുക്കുകളിൽ എഴുതിയെടുത്തുകൊണ്ട് തന്നെ നിങ്ങളുടെ സന്ദർഭങ്ങൾക്കനുസരിച്ച് നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അതുകൊണ്ടുള്ള പ്രയോജനം? ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്കത് കാണാതെ പഠിച്ചുകൊണ്ട് തന്നെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ബാലപാഠങ്ങളായിട്ട് നിങ്ങൾക്ക് അത് ജീവിതത്തിൽ ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. നിങ്ങളുടെ മനസ്സിൽ തന്നെ നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് എക്സസൈസ് ആണ്, അത് മറന്നിട്ടില്ലല്ലോ. ഞാനിനി കുറച്ച് സെൻറ്റൻസുകൾ പറയാം, നിങ്ങളതിൻ്റെ ഇംഗ്ലീഷ് ഇവിടെ ടൈപ്പ് ചെയ്തിടുക. ഓക്കെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാനിവിടെ തന്ന ഫ്രേസസ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചെറിയ ചില സെൻറ്റൻസുകളായിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി എഴുതാൻ ശ്രമിക്കുക. തെറ്റുകളുണ്ടെങ്കിൽ ഞാനിവിടെ കറക്റ്റായിട്ട് തന്നെ റിപ്ലൈ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്നെ വിശ്വസിക്കൂ, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഇവിടെ എന്നെ വിശ്വസിക്കൂ എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്നത് നിങ്ങൾ എഴുതണം, ശ്രമിക്കുക. ഓക്കെ. സെക്കൻഡ്, ഞാൻ ഇവിടെയുണ്ട്, നിങ്ങളുടെ തൊട്ടു മുന്നിൽ. ഞാൻ ഇവിടെയുണ്ട്, നിങ്ങളുടെ തൊട്ടു മുന്നിൽ. തേർഡ് ക്വസ്റ്റ്യൻ, അധികം താമസിക്കരുത്, എളുപ്പം ഇങ്ങ് വരിക. ഫോർത്ത്, നിനക്ക് ഞാൻ ഇപ്പോൾ തന്നെ ഫുഡ് തരാം. പതിവ് പോലെ അവൻ വന്നു. 5 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഫ്രേസസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, എന്നാലും അതിൽ നിന്ന് ഒരിത്തിരി എക്സ്ട്രാ കാര്യങ്ങളൂടെ ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളത് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്തിടാൻ ശ്രമിക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ നൽകുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.